എന്താണ് ജനുവരി മാസം 20 പ്രത്യേകത? അർത്തുങ്കപ്പള്ളിയിലെ തിരുനാൾ, സെൻറ്റ് സെബാസ്റ്റ്യനോസിൻ്റെ തിരുനാൾ. അങ്ങനെ ഞങ്ങളും ഇന്നലെ ഞങ്ങളുടെ മലയാളം പള്ളിയിൽ റോമിൽ തിരുനാൾ ആഘോഷിച്ചു. അപ്പോഴാണ് കഴിഞ്ഞ വർഷം ഞങ്ങൾ വെക്കേഷന് സെൻറ്റ് സെബാസ്റ്റ്യനോസിൻ്റെ ബസിലിക്കയിൽ പോയത് ഓർമ്മ വന്നത്. ഇത് സെൻറ്റ് സെബാസ്റ്റ്യനോസിൻ്റെ ബസിലിക്കയാണ് കാണുന്നത്. ചെറിയൊരു പള്ളിയാണ്, പക്ഷേ കാണുമ്പോൾ നല്ല രസമുള്ള പള്ളിയും കൂടിയാണ്. ഈ പള്ളിക്ക് 2 പ്രത്യേകതകളുണ്ട്. ഒന്ന്, ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് കത്തക്കോമ്പുകൾക്ക് മുകളിലാണ്. കത്തക്കോമ്പുകൾ എന്ന് പറഞ്ഞാൽ 10,000-3000 വർഷങ്ങൾക്ക് മുമ്പ് റോമിൽ ജീവിച്ചു മരിച്ച ആൾക്കാരുടെ ശവക്കല്ലറകളാണ്. നമ്മുടെ ശവക്കല്ലറകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ശവക്കല്ലറകളാണ് അവർക്ക് ഉണ്ടായിരുന്നത്. അതായത് നമ്മുടെ വീട്ടിലെ അലമാരി എങ്ങനെ ഇരിക്കുമോ അതുപോലെ ഓരോ തട്ടുകളായിട്ടാണ് ഇവരുടെ ശവക്കല്ലറകൾ സ്ഥാപിച്ചിരിക്കുന്നത്. 50,000-ൽ പരം ആൾക്കാരെ അടക്കിയ ശവക്കല്ലറ, അതിനു മുകളിലാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത്. അത് കാണണമെങ്കിൽ കൗണ്ടറിൽ ചെന്ന് 7 യൂറോയുടെ ടിക്കറ്റും എടുത്ത് നമുക്ക് അവിടെ വെയിറ്റ് ചെയ്യുമ്പോൾ ഗൈഡ് വന്ന് നമ്മളെ കൂട്ടിക്കൊണ്ട് ഗുഹ പോലെയുള്ള ഈ ശവക്കല്ലറകളിലേക്ക് ഇറക്കും. അങ്ങനെ ഒരു 45 മിനിറ്റത്തെ കാഴ്ചകൾ കണ്ട് നമുക്ക് മുകളിൽ കയറി വരുന്നത് പള്ളിയിലേക്കാണ്. അത് നമുക്ക് വ്യത്യസ്തമായ ഒരു അനുഭവം തരുന്ന കാഴ്ചയാണ്. ആ കല്ലറയിൽ മൊത്തം ശൂന്യമായി കിടക്കുന്നു. പക്ഷേ അതിൽ ഒരു കല്ലറ മാത്രം ഇന്ന് വരെയും തുറന്നിട്ടില്ല. ഒരു കുഞ്ഞിൻ്റെ കല്ലറ, 3-4 വയസ്സുള്ള ഒരു കുഞ്ഞിൻ്റെ കല്ലറ. ബാക്കി എല്ലാ കല്ലറകളും ഇന്ന് തുറന്ന് ഇട്ടിരിക്കുന്നു, അവിടെ ശൂന്യമായി കിടക്കുന്നു. ഡയോക്ലിഷ്യൻ ചക്രവർത്തി സത്യത്തിൽ അറിഞ്ഞിരുന്നില്ല തൻ്റെ സൈന്യാധിപനായ സെൻറ്റ് സെബാസ്റ്റ്യാനോസ് ക്രിസ്തീയ വിശ്വാസി ആണെന്നുള്ള കാര്യം. ഡയോക്ലിഷ്യൻ ചക്രവർത്തിയുടെ ഭരണകാലം ക്രിസ്തീയ വിശ്വാസികൾക്ക് വളരെ ദുരിതം നിറഞ്ഞ കാലഘട്ടമായിരുന്നു. അദ്ദേഹം ക്രിസ്തീയ വിശ്വാസികളെ കൊല്ലുകയും മർദ്ദിക്കുകയും ജയിലിൽ അടയ്ക്കുകയും ചെയ്തിരുന്ന കാലം. അങ്ങനെ ക്രിസ്തീയ വിശ്വാസികളായ 2 യുവാക്കളെ ഡയോക്ലിഷ്യൻ ചക്രവർത്തി ജയിലിലടയ്ക്കുകയും അവരുടെ വിശ്വാസം ക്ഷയിക്കുന്നതുവരെയും അവരെ ദുരിതം അനുഭവിക്കുകയും ചെയ്തു. അങ്ങനെ ആ 2 യുവാക്കൾ തൻ്റെ വിശ്വാസം, ക്രിസ്തുവിലുള്ള വിശ്വാസം ഉപേക്ഷിക്കാം എന്ന് തീരുമാനിക്കുന്ന സമയത്താണ് സെൻറ്റ് സെബാസ്റ്റ്യാനോസിൻ്റെ ഇടപെടൽ നടക്കുന്നത്. അങ്ങനെ സെൻറ്റ് സെബാസ്റ്റ്യാനോസ് അവർക്ക് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ പൂർണ്ണതയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയും അവരെ വീണ്ടും ക്രിസ്തീയതയിലേക്ക് നയിക്കുകയും ചെയ്തു. ഈ ഒരു സംഭവം അതായത് ഡയോക്ലിഷ്യൻ ചക്രവർത്തിയുടെ ചെവിയിലെത്തുകയും അങ്ങനെ സെൻറ്റ് സെബാസ്റ്റ്യാനോസിനെ അമ്പെയ്തു കൊല്ലാൻ ഉത്തരവിടുകയും ചെയ്തു. അതും പ്രകാരം റോമൻ സൈന്യം സെൻറ്റ് സെബാസ്റ്റ്യാനോസിനെ അമ്പെയ്തു. പക്ഷേ അവിടുന്ന് അദ്ദേഹം രക്ഷപ്പെട്ട് എവിടെയോ തളർന്ന് കിടപ്പായി. അങ്ങനെ ഇരിക്കെ അതിലും വഴി വന്ന ഒരു വിധവയായ സ്ത്രീ സെൻറ്റ് സെബാസ്റ്റ്യാനോസിനെ കാണുകയും അദ്ദേഹത്തിൻ്റെ അവസ്ഥ കണ്ട് അദ്ദേഹത്തെ തൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും അദ്ദേഹത്തെ പരിചരിക്കുകയും ചെയ്തു. അങ്ങനെ പരിപൂർണ ആരോഗ്യവാനായ സെൻറ്റ് സെബാസ്റ്റ്യാനോസ് വീണ്ടും തിരിച്ചു വന്ന് ഡയോക്ലിഷ്യൻ ചക്രവർത്തിക്ക് എതിരെ ഡയോക്ലിഷ്യൻ ചക്രവർത്തിയുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് വീണ്ടും പറയുകയും ചെയ്തു. അങ്ങനെ വീണ്ടും ഡയോക്ലിഷ്യൻ ചക്രവർത്തിയുടെ സൈന്യം അദ്ദേഹത്തെ പിടിച്ച് കല്ലെറിഞ്ഞ് കൊലപ്പെടുത്തി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ തിരുശരീരം അടക്കിയിരിക്കുന്നത് ഈ പറയുന്ന കത്തക്കോമ്പിനുള്ളിലാണ്, അവിടുത്തെ ഒരു കല്ലറയിലാണ്. ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് ഈ കത്തക്കോമ്പിന് മുകളിലാണ്. അതിമനോഹരമായൊരു പള്ളി. ആ പള്ളിയുടെ സീലിങ്ങിൽ സെബാസ്റ്റ്യാനോസിൻ്റെ സ്റ്റാച്ചു നിർമ്മിച്ചു വെച്ചിരിക്കുന്നു. നല്ല കൊത്തുപണികളോടുള്ള ഒരു പള്ളി. അതുപോലെ തന്നെ വിശുദ്ധ ജോൺ പോൾ II തിരുശേഷിപ്പും അവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. ഈ കാണുന്നത് സെബാസ്റ്റ്യാനോസിൻ്റെ ഒരു സ്റ്റാച്ചുവും അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ കല്ലറയുമാണ്. ഈ കാണുന്ന കല്ലറയ്ക്ക് നേരെ താഴെയാണ് അദ്ദേഹത്തെ അടക്കിയിരിക്കുന്ന കല്ലറയും ഗുഹയും സ്ഥിതി ചെയ്യുന്നത്. അതിന് നേരെ മുകളിലായി തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ കല്ലറ പണിത് പഴയ കല്ലറയിൽ നിന്നും അദ്ദേഹത്തിൻ്റെ തിരുശേഷിപ്പുകളെടുത്ത് ഇവിടെ സ്ഥാപിച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. താഴത്തെ ഗുഹയിലെ കല്ലറകൾ കാണിക്കാത്തത് അവിടെ ക്യാമറ അനുവദനീയമല്ലാത്തത് കൊണ്ടാണ്. അതാണ് ഏറ്റവും വലിയ സങ്കടം. ഭൂമിക്കടിയിലെ മണ്ണിൽ ചവിട്ടിയുള്ള നടത്തം.